1.5 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ആദ്യ ഫല സൂചനകൾ വരും. നമ്മളെ തേടി നമ്മൾ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ആലപ്പുഴ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ അതിനിർണായകമായ ചരിത്രസന്ധികളിൽ കൂടി കടന്നു വന്നിട്ടുള്ള ചരിത്രമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ എം ആരിഫ് തന്നെ ചരിത്രം ഉണ്ടാക്കിയിട്ടുണ്ട് 2 തവണ, അല്ലേ? അതെ അതെ അതെ. ഏതായാലും ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ, സമീപകാലത്ത് കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ ദേശീയ നേതാവായി മാറിയ കെ സി വേണുഗോപാലിന്റെ ഭാവി എന്താണ്? കെ സിക്കൊപ്പമാണ് ആലപ്പുഴ അടിയുറച്ച് നിൽക്കുക. കണ്ണൂരിൽ നിന്ന് ആലപ്പുഴ വന്ന് അവിടെ മത്സരിക്കുന്നത്, തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നു. ഇടതുകോട്ടയിൽ അതിന്റെ തുടർച്ചയായി പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു, അവിടെയും വിജയിക്കുന്നു. അപരാജിത മുന്നേറ്റം തുടരാൻ കഴിയുമോ? 10,000 വോട്ടിന് 10,474 വോട്ടിനാണ് കഴിഞ്ഞ തവണ എം ആരിഫ് ജയിക്കുന്നത്. പക്ഷെ ആ 10,000-ന് ഒരു വിലയുണ്ട്. ഒറ്റയിടത്ത് മാത്രമാണ്. കടുത്ത രാഹുൽ ഗാന്ധി തരംഗം ആഞ്ഞു വീശിയ കാലത്തെ ആരിഫിന്റെ 10,000 വോട്ടെന്ന് പറഞ്ഞാൽ അതിന് പൊന്നിന്റെ തിളക്കമാണ്. കനലൊരു തരി മതി എന്ന് ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിഞ്ഞ എം ആരിഫ് വീണ്ടും ചുവപ്പ് പുതപ്പിക്കുമോ? ഡൽഹിക്ക് പോകുമോ? ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തുമോ? ഭരണം വന്നാൽ, ഇന്ത്യ മുന്നണിക്ക് ഭരണം വന്നാൽ കെ സിയുടെ പൊസിഷൻ എവിടെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്താണെങ്കിൽ കെ സിയുടെ പൊസിഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതായാലും അതിനിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. കെ സിക്കും കോൺഗ്രസിനും ഒപ്പം CPM-നും നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. രാജ്യസഭാ സീറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് എന്ന ആക്ഷേപം ഉയർത്തിക്കൊണ്ടാണ് അവിടെ ഇടത് പ്രചാരണ വേദികൾ. ജോൺ ബ്രിട്ടാസിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉടനെ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് ഇന്ത്യ മുന്നണിക്ക് അവിടെ ഫൈറ്റ് ചെയ്യാനുള്ള ഏക സീറ്റ് BJP കൊടുത്തു എന്ന ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല, ഞാൻ ആലപ്പുഴയ്ക്ക് ഒപ്പമാണ് എന്ന് പറഞ്ഞാണ് കെ സി അവിടെ മത്സരിക്കാൻ വിഹിതം വർദ്ധിപ്പിച്ചിട്ടുള്ള BJP-യുടെ നേതാവ്, തീപ്പൊരി നേതാവ്, ഇത്തവണയും മാധ്യമ ശ്രദ്ധ പിടിച്ചു വാങ്ങിയ നേതാവ്. എന്തൊക്കെ വിവാദങ്ങളായിരുന്നു അല്ലേ? രഘുനാഥ് നാരായണനുണ്ട്. രഘു വളരെ ക്രിട്ടിക്കലായി കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റാണ് രഘുനാഥ് നാരായണൻ. എന്തിനേയും ആദ്യം ഒന്ന് വിമർശന ബുദ്ധിയോടുകൂടി രഘു സമീപിക്കാറുള്ളൂ എന്ന് എനിക്ക് എപ്പോഴും തോന്നാണ്. രഘു, ഒരു വിമർശന ബുദ്ധിയോടുകൂടി പറയൂ, എന്താണ് അവിടുത്തെ സ്ഥിതി? എപ്പോ അറിയാം? രതീഷ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ കണ്ണൂരുകാരനാണ് ആലപ്പുഴ ഒരിക്കലും അദ്ദേഹത്തെ കൈവിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും കൈമുതലും. ഒപ്പം തന്നെ ഒരു രാജ്യസഭാ MP-യും ഒരു ലോക്സഭാ MP-യും തമ്മിൽ മത്സരിക്കുന്ന പ്രത്യേകത കൂടി ആലപ്പുഴയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇടത് കേന്ദ്രത്തിന്റെ ഒരു പ്രചാരണം തന്നെ ആരിഫിനെ ജയിപ്പിച്ചാൽ ആലപ്പുഴയ്ക്ക് 2 MP എന്നുള്ളതായിരുന്നു. എന്തായാലും ആ പ്രചരണമൊക്കെ എത്രത്തോളം ഫലം കണ്ടു എന്ന് അറിയാൻ ഇനിയും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. തൊട്ട് പുറകിലാണ് പെട്ടിയുള്ളത്. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ അകത്തേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരെ അകത്തേക്ക് കയറ്റുന്നില്ല. സ്ട്രോങ് റൂമൊക്കെ ദൃശ്യങ്ങൾ PRD എടുത്ത് നൽകും എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജില്ലാ കളക്ടറൊക്കെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മൾ ആദ്യം മുതൽ പറയുന്നത് പോലെ തന്നെ കനൽ ഒരു തരി എന്ന് പറയുന്ന ഒരു അഭിമാനകരമായ പോരാട്ടം CPM-ന് എല്ലാ വലിയ പ്രതിസന്ധിക്കിടയിലും കുലുങ്ങാതെ ആലപ്പുഴയിൽ ചെങ്കൊടി പാറിക്കാനായി. അതുകൊണ്ട് തന്നെ ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് LDF-ന്റെ ഒരു അഭിമാനകരമായ പോരാട്ടമായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ തലത്തിലെ വലിയ നേതാവ് വന്നതോടുകൂടി അവർക്ക് അദ്ദേഹത്തെ ജയിപ്പിക്കാതെ മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല. LDF-ഉം UDF-ഉം തമ്മിൽ മത്സരം നടക്കുന്നൊരു സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതിയായിരുന്നു ആദ്യമുള്ളത്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ വന്നതോടുകൂടി ആ ഒരു ചിത്രം മാറി. വേണമെങ്കിൽ നമുക്ക് ത്രികോണ പോരിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ശോഭാ സുരേന്ദ്രൻ BJP 3-ാം സ്ഥാനത്തേക്ക് തന്നെയായിരിക്കും വരിക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വിലയിരുത്തൽ. പിന്നെ ജനങ്ങളാണ് വോട്ട് ചെയ്തത്. ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ തന്നെ ജനം ആരാണ് വോട്ട് ചെയ്യുന്നത് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ബാക്കി എല്ലാ പ്രവചനങ്ങളും ഊഹാപോഹങ്ങളും മാത്രമാണ്. എന്തായാലും ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കുക കെ സി വേണുഗോപാലിന് തന്നെയായിരിക്കും ഒരു മുൻതൂക്കം. കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ വിവരങ്ങൾ നൽകുന്നത്.